ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമ്മളുടെ ഇവിടെ ഒരു എൻട്രിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഓൾമോസ്റ്റ് നമ്മളുടെ എൻട്രി പോയിൻറ്റിൻ്റെ നിയർ ബൈ ആണ് ഇപ്പോൾ മാർക്കറ്റ് കൺസോളേഷൻ ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയസ് എല്ലാം തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് മീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യെസ്റ്റർഡേ സ്വിംഗ് നിഫ്റ്റിയുടെ സ്വിംഗ് ലെവലിനെ ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. കൂടാതെ നിഫ്റ്റി നല്ല രീതിയിൽ റീറ്റെയിൽ സെല്ലിംഗ് പാറ്റേൺ കാണിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ആയിട്ടും ഇത് കുറച്ചുകൂടി റീറ്റെയിൽ സെല്ലേഴ്സിനെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ദെൻ നമുക്കതിന് മറ്റൊരു ഘടകം കൂടി എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്ലോസിംഗ് പ്രൈസിന് താഴെ ആണ് ട്രേഡ് ചെയ്യുന്നത്. രണ്ട്, യെസ്റ്റർഡേ സ്വിംഗ് ലോയ്ക്ക് താഴെ കൂടി നമുക്ക് നല്ലൊരു ഫോൾ കിട്ടുകയാണെങ്കിൽ കൂടുതലും റീറ്റെയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുകയും ഇവരുടെ എല്ലാം സ്റ്റോപ്സ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് നമുക്ക് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മളുടെ ഒരു പ്ലാൻ. ഓഫ് കോഴ്സ് ആയിട്ട് നമ്മൾ മോർണിംഗ് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്തിരുന്നു, ഈ ലെവലിൽ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് അത്രത്തോളം കോൺഫിഡൻസ് അതിൽ കിട്ടാതിരുന്നതുകൊണ്ട് മാത്രം നമ്മൾ അപ്സൈഡിലേക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഒന്ന്, ഇന്നലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, അതിനുശേഷം മാർക്കറ്റ് അപ് ട്രെൻഡാണ് ഫോളോ അപ്പ് ചെയ്തത്. സോ ഡൗൺ ട്രെൻഡ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ മാർക്കറ്റ് കുറച്ചുകൂടി നമ്മൾ എൻട്രി കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് തന്നെ മാർക്കറ്റ് കുറച്ചുകൂടി ഡൗൺ സൈഡിലേക്ക് വന്നിരിക്കുന്നു. സോ നമുക്ക് ഇനി ഇവിടെ നിന്നും താഴേക്ക് സ്റ്റോപ്പേഴ്സ് അവൈലബിൾ അല്ല എന്ന കണ്ടീഷൻ പ്രകാരം നമുക്ക് അപ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ അതിന് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് യെസ്റ്റർഡേ സ്വിംഗ് ലോയ്ക്ക് താഴെ നിന്നും റീറ്റെയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. നിഫ്റ്റി ഓൾറെഡി നല്ലൊരു ഫോൾ കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് കുറച്ച് നല്ലൊരു ബെസ്റ്റ് എൻട്രി, അപ്സൈഡിലേക്കുള്ള എൻട്രി ഓപ്ഷൻ. സോ നമുക്കിവിടെ നമ്മുടെ എൻട്രി നമുക്ക് ഓൾമോസ്റ്റ് എടുക്കാം. കാരണം നമുക്ക് ഈ ഒരു ക്യാൻഡിലൂടെ ക്ലോസിംഗ് എങ്ങനെ നോക്കാം. അതിനുശേഷം ജസ്റ്റ് നമുക്ക് എപ്പോഴും ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇതൊരു ബെസ്റ്റ് ക്യാൻഡിലാണ്. അതായത് ഇത് ഓട്ടോമാറ്റിക്കായിട്ടും റീറ്റെയിൽ സെല്ലേഴ്സിന് ട്രിഗർ ചെയ്ത ക്യാൻഡിലാണത്. ഇത് കാണുമ്പോൾ അവരെല്ലാം ആക്റ്റീവ് ആവുകയും അവർ സെല്ല് ചെയ്യുകയും നമുക്ക് ഇവിടെ നിന്നും ബൈ എൻട്രി പ്ലാൻ ചെയ്യാം. ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് ഗ്രീൻ ക്യാൻഡിലിനകത്ത് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ എല്ലാ സ്റ്റോപ്പ് ലോസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ദെൻ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ബെസ്റ്റ് എൻട്രി ഓപ്ഷനൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. ഈ ഒരു ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടി നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കാം. സോ എൻട്രി എടുക്കാം. നമുക്കിവിടെ നമ്മളിപ്പോൾ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത എൻട്രി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നുള്ള ലോങ് പൊസിഷൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിയർലി 70 പോയിൻറ്റ്സ് അടുപ്പിച്ച് ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് തരുന്നുണ്ട്. നോക്കാം, നിയർലി 70 പോയിൻറ്റ്സ് മിനിമം നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. അതുപോലെ സ്റ്റോപ്പ് ലോസ് നമുക്ക് 55 പോയിൻറ്റ്സ് അടുപ്പിച്ച് നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് ഓക്കെ ജസ്റ്റ് ഒരു 55 പോയിൻറ്റ്സ് കൂടി നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ നിയർലി എത്ര ഒരു പോയിൻറ്റ്സ് എങ്കിലും നമ്മൾ മിനിമം നമുക്ക് ടാർഗറ്റ് സ്റ്റോപ്പ് നമ്മുടെ വേരിയേഷൻ ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് ഓഫ് കോഴ്സ് ആയിട്ടും അടുത്ത ഇയർ എൻഡ് നമുക്ക് നല്ല പ്രോഫിറ്റിലേക്ക് അവസാനിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് കൂടി നോക്കാം. നമുക്ക് കുഴപ്പമില്ല, മാർക്കറ്റ് നമുക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദെൻ ഓക്കെ, നമുക്ക് ഇവിടുന്ന് എൻട്രി എടുത്ത റീസൺസാണ് പറയുന്നത്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോ സ്റ്റോപ്പ് ലോസ് ഡൗൺ സൈഡ്, നമുക്ക് ഡൗൺ സൈഡ് സ്റ്റോപ്പ് അവൈലബിൾ അല്ല. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് താഴേക്കുള്ള ഓപ്ഷൻസ്, അതായത് സ്വിംഗ് ലോയ്ക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്, സ്വിംഗ് ലോയ്ക്ക് താഴെയാണ് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്ലോസിംഗ് പ്രൈസിന് താഴെ കൺസോൾട്ടേഷൻ ചെയ്യുന്നു മാർക്കറ്റ്. ഓക്കെ, ദെൻ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കൂ, റീറ്റെയിൽ സെല്ലേഴ്സിനെയാണ് ഇവിടെ മാർക്കറ്റ് ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. നമുക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ആവശ്യമുള്ളതും നമ്മൾ ആ ഒരു കണ്ടീഷൻ പ്രകാരം തന്നെ എന്ത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി നമുക്ക് നിഫ്റ്റി കൂടി നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ദെൻ ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയോട് നോക്കുന്നത്, കാരണം നിഫ്റ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും സെല്ലിങ് കാണിക്കാൻ നേരത്ത് അവിടെ കൂടുതലും വരാൻ സാധ്യതയോടെ നോക്കും. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് കാണിക്കുന്നത്, കണ്ടിന്യൂസ് സെല്ലിംഗ് ആണത്. ഇവിടെ എപ്പോഴും റീറ്റെയിൽ സെല്ലേഴ്സാണ് ആക്റ്റീവ് ആകാൻ സാധ്യതയുള്ളത്. കാരണം സ്വിംഗ് ലോയ്ക്ക് താഴെയാണ്, സപ്പോർട്ടിന് താഴെയാണ്, ക്ലോസിംഗ് പ്രൈസിന് താഴെയാണ്. ഇങ്ങനെ കുറേ അധികം കണ്ടീഷൻസ് നമുക്ക് അനുകൂലമാണ്. നമുക്ക് റീറ്റെയിൽ സെല്ലേഴ്സാണ് ഇവിടെ ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ട് ബാങ്ക് നിഫ്റ്റി നമുക്ക് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടും. ഇതാണ് നമ്മളുടെ പ്ലാനും പ്രൊഡിക്ഷനും. സോ നമുക്ക് നോക്കാം, ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് കൂടി നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ദെൻ ഓക്കെ, ഇവിടെ നിന്ന് അപ്സൈഡിലേക്ക് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരുന്നത്.
then ഓൾമോസ്റ്റ് നമ്മുടെ സൈഡിലേക്ക് തന്നെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനി ടാർഗറ്റ് അല്ലെങ്കിൽ വരെ വെയിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് എന്ത് വരെ മാത്രമാണ് നമുക്ക് നമ്മളുടെ ബൈ ഹാൻഡിലുള്ള കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് വർക്കൗട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് ഉള്ള ഓപ്ഷൻ. നമ്മൾ എൻട്രി നമ്മൾ പ്രിഫർ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ടാർഗറ്റിനെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വേണ്ടി ഏറ്റെടുക്കാം. വാട്ട് എവർ ഇറ്റ് ഇസ്, എന്ത് തന്നെയാണ് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും നമ്മൾ സെറ്റ് ചെയ്യുക. നമുക്ക് പ്രീമിയം പ്രകാരം നമുക്ക് അറ്റ്ലീസ്റ്റ് മൂവ്മെൻറ്റ് സമയം ഓൾറെഡി ആയിരിക്കുന്നു. പക്ഷേ മാർക്കറ്റ് പരിധിക്കുള്ള മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഓക്കെ, നമുക്ക് നല്ലൊരു ക്യാൻഡിൽ, ഒരു നല്ലൊരു പ്രോഫിറ്റബിൾ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിന്നും മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വർത്തായിരിക്കും അത്. നമുക്ക് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊരു മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ ഓൾമോസ്റ്റ് നമ്മുടെ ലെവൽ റീച്ച് ആയിട്ടുണ്ട്. നമുക്ക് 200 ലെവൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് നമ്മൾ ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച് ആയിരിക്കുന്നു. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ടാർഗറ്റ് റീച്ച് ആവാതെ നമ്മൾ ഉറപ്പിൽ നമ്മൾ എക്സിറ്റ് ആവുകയില്ല. അത് നമ്മളുടെ കണ്ടീഷൻസിൻ്റെ ഭാഗമാണത്. സോ ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റ് റീച്ച് ആയിട്ടുണ്ട്. നമുക്ക് മൂവ്മെൻറ്റ്സ് കൂടി നോക്കാം. ബാങ്ക് നിഫ്റ്റി മൂവ്മെൻറ്റ്സ് കൂടി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മൾ ലെവൽ റീച്ച് ആയിട്ടുണ്ട്. നമുക്ക് ഉറപ്പായിട്ട് ടാർഗറ്റ് കിട്ടും. നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മുടെ പോയിൻറ്റ്സ് പ്രൈസ് റീച്ച് ആയിട്ടുണ്ട്. സോ നമുക്ക് എക്സിറ്റ് പ്ലാൻ ചെയ്ത് വെക്കാം. കാരണം വലിയൊരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്കിവിടെ എക്സിറ്റ് എടുക്കാം. കാരണം ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച് ആയിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ എക്സിറ്റ് എടുത്തിട്ടുണ്ട്. ദെൻ ഓക്കെ, നമ്മുടെ ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച് ആയി. അതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞിരുന്നു. കാരണം നമുക്ക് ബാങ്ക് നിഫ്റ്റി മൂവ്മെൻറ്റ്സ് നമുക്ക് അനുകൂലമായിരുന്നു. ഇനി ഇവിടെ നിന്ന് വലിയൊരു മൂവ്മെൻറ്റ്സ് കംബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. ഓക്കെ, നമുക്ക് ടാർഗറ്റ് നമ്മൾ ഓൾമോസ്റ്റ് റീച്ച്. വൺസ് അഗൈൻ താങ്ക്സ്.